നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നാണ് യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഭരണഘടനയിൽ ഊന്നിയ ശക്തമായ അടിത്തറയോടുകൂടിയ പ്രൊവിഷൻസ് ആണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് ഒരു ഭരണഘടന നിലവിൽ വരുന്നു. അപ്പൊ ഇതില് ഇന്ത്യൻ ഭരണഘടന മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും അതുപോലെ സാഹോദര്യത്തിനും ഒക്കെ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റിലും അതിന്റെ ഒരു ലീഡ് നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും എല്ലാം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാവുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ തന്നെ ഈ മാനവിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ ഭരണഘടനയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആമുഖത്തില് നീതി അഥവാ ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അതുപോലെ സമത്വം, സാഹോദര്യം, ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി എന്നീ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ആമുഖത്തില് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില അടിസ്ഥാന അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനയുടെ പാർട്ട് 3 വ്യക്തിയുടെ അഭിമാനവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ട ഒരു പ്രൊവിഷനാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു അവകാശങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഇത് ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു പൗരന് ഈ ഒരു മൗലിക അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ കോടതി മുഖാന്തരം പൗരന് അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം കീഴ്ക്കോടതികളെ ഒന്നും സമീപിക്കാതെ നേരിട്ട് മേൽക്കോടതികളെ അഥവാ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ ഒക്കെ സമീപിക്കാൻ സാധിക്കുന്ന, അതിനുള്ള അവകാശം ലഭിക്കുന്ന കേസുകൾ കൂടിയാണ് ഈ മൗലിക അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണവും ഭരണഘടന നടത്തിയിട്ടുണ്ട്. അതാണ് റിട്ടുകൾ മുഖാന്തരമാണ് നമുക്ക് ഭരണഘടന അനുസൃതമായിട്ട് നമ്മുടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത്. നമുക്ക് 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. ഈ 5 റിട്ടുകളിലൂടെ അത് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഓരോന്നും എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ മൻഡാമസ്, പ്രൊഹിബിഷൻ, അതുപോലെ ഹേബിയസ് കോർപ്പസ്, ഷെർഷ്യൂററി തുടങ്ങിയ 5 റിട്ട്, കോവാറന്റോ, ഇങ്ങനെയുള്ള 5 റിട്ടുകളാണ് നമുക്കുള്ളത്. ഈ 5 റിട്ടുകളിലൂടെയാണ് നമുക്ക് നമ്മുടെ ഭരണഘടന അവകാശങ്ങളെ പുനഃസ്ഥാപിച്ച് നൽകുന്നത്. അപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങളിൽ 6ാമത്തെ മൗലികാവകാശം അഥവാ 32ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് തന്നെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ കാണുന്നതിനുള്ള അവകാശമാണ്. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ ഓരോ പൗരനും അവന്റെ മൗലിക അവകാശങ്ങള് സുനിശ്ചിതമാക്കുന്നതിനുള്ള പ്രൊവിഷൻസ് ഭരണഘടനയിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് 1948 അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തെ വളരെ ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നിയമത്തിന് മുന്നിലുള്ള സമത്വം, അതുപോലെ നമ്മുടെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആശയം പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഇപ്പൊ UDHRന്റെ ഒരു പ്രത്യേകത, ഇത് നിയമപരമായിട്ട് നിർബന്ധിതമല്ല, പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന അവകാശങ്ങൾ നിയമപരമായിട്ട് നടപ്പാക്കാവുന്നതാണ്. അപ്പൊ ഈ നിയമപരമായിട്ട് UDHR പ്രബലമല്ല എന്ന് പറയുമ്പോഴും ഇതേ പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന് തീർച്ചയായിട്ടും ഈ മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ട് അവന്റെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. ഇനി ഇന്ത്യയിലെ അടിസ്ഥാന അവകാശങ്ങൾ അഥവാ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ വളരെ ബ്രീഫ് ആയിട്ട് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ
പാർട്ട് 3-ലാണ്, ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിള് 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് മൗലികാവകാശങ്ങൾ പറയുന്നത്. അപ്പൊ ഇതില് ഒന്നാമത്തെ നമുക്ക് ഭരണഘടനാ പ്രകാരം 6 മൗലിക അവകാശങ്ങളാണ് ഓരോ പൗരനും ഉള്ളത്. ഈ 6 മൗലിക അവകാശങ്ങളില് ഒന്നാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്, സമത്വ അവകാശമാണ്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിള് 14 മുതൽ 18 വരെയുള്ള ഭാഗത്താണ് ഇത് പറയുന്നത്. അപ്പൊ നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യാവകാശം ഉറപ്പുവരുത്തുന്നതും സ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതുമായിട്ട് ആർട്ടിക്കിൾ 17 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതില് പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പദവികള്, വിദ്യാഭ്യാസപരവും സൈനികവുമായിട്ടുള്ള അതല്ലാത്ത എല്ലാ തരം പദവികളും, അത് മനുഷ്യനെ തട്ടുകളായിട്ട് തിരിക്കുന്നതും അവർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ്. അപ്പൊ ഇത്തരം എല്ലാ തരത്തിലുള്ള പദവികളും നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 14 മുതൽ 18 വരെയുള്ള ഭാഗത്ത് പറയുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിള് 19 മുതൽ 22 വരെയുള്ള ഭാഗത്താണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ ആർട്ടിക്കിൾ 19 പ്രകാരം ഓരോ പൗരനും 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ 6 അതിൽ രണ്ടാമത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് 19 മുതൽ 22 വരെയാണ്. അതിൽ 19-ാമത്തേത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ ഈ 6 മൗലിക സ്വാതന്ത്ര്യം നിങ്ങൾ കേട്ടിരിക്കും. നമുക്ക് എന്താണ് സംസാരിക്കാനുള്ള, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായിട്ട് സംഘം ചേരുന്നതിനും സംഘടനകൾ രൂപീകരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം വരുന്നുണ്ട്. നമുക്ക് ഭാരതത്തിൽ എവിടെയും ജീവിക്കാനും അതുപോലെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇതില്, സ്വത്ത് സമ്പാദിക്കുന്നതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഒരു 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 21 വളരെ പ്രധാനമാണ്, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. നമുക്ക് ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് അനുവദിച്ച് കിട്ടാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ. അതായത് രാഷ്ട്രപതി ഭരണമൊക്കെ ഏർപ്പെടുത്തുന്ന കാലത്ത് ഒരു പൗരന് മൗലിക അവകാശങ്ങൾ നൽകപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ പോലും, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും നിലനിൽക്കുന്ന 2 മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 21-ഉം 22-ഉം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മൗലിക അവകാശം ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. അത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിലാണ് 24 പ്രകാരം ബാലവേല നിരോധനമൊക്കെ, അതുപോലെ മനുഷ്യക്കടത്ത് നിരോധിക്കുന്നതൊക്കെ ഈ ഒരു ഏത് ഗ്രൗണ്ടിലുള്ള ചൂഷണമാണെങ്കിലും അതിൽ നിന്ന് ഒരു പൗരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് ഈ പറയുന്ന മൂന്നാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ്, 4-ാമത്തെ മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ ആണ്. ഇത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിന്റെ ആരാധന രീതികളൊക്കെ ഫോളോ ചെയ്യാനും എല്ലാം ഉള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു മതത്തിലും വിശ്വസിക്കാതെ ജീവിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇനി 5-ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇത് പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഇനി 6-ാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ കാണുന്നതിനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് ആർട്ടിക്കിൾ 32 പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള മൗലികാവകാശ ലംഘനങ്ങൾ ഒരു പൗരന് നേരിടുകയാണെങ്കിൽ ആ പൗരന് അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ്. ഇവിടെയാണ് 5 റിട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രൊവിഷൻസ് ആണ് 4-ാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP. അപ്പൊ ഇത് നമ്മുടെ ഭരണഘടന 36 മുതൽ 51 വരെയുള്ള ഭാഗത്താണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈ ഒരു ആർട്ടിക്കിളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭാഗം 4, അതായത് ഭാഗം 3-ലെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളും ചർച്ച ചെയ്യുന്നത് തൊട്ടടുത്ത ഭാഗത്താണ്, അതായത് ഭാഗം 4-ലാണ്.
ശരി, ഇനി ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് അതിനെതിരെ കോടതിയെ അത് പുനഃസ്ഥാപിച്ച് കിട്ടാനോ അല്ലെങ്കിൽ കോടതിയിൽ പോകാനൊന്നും അധികാരമില്ല. കാരണം അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ ഇത് സർക്കാരുകൾക്ക്, ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കുള്ള ചില നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാം, ഓരോ പൗരന്മാർക്കും അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സും അറ്റ്മോസ്റ്റ് അവകാശങ്ങളും അനുവദിച്ചു നൽകാം. അതിനുള്ള ചില പ്രൊവിഷൻസ് ആണ്. പക്ഷെ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ നിയമപരിരക്ഷയൊന്നും ഈ DPSPക്ക് ഇല്ല എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇതിലെ പൊതുജനാരോഗ്യത്തിനും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിർത്തുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇതില്, അല്ലെങ്കിൽ ചില ഡയറക്ഷൻസ് ആണ് ഇതില് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി ഈ നമ്മുടെ ഇതിന്റെ ഒരു നേട്ടങ്ങൾ എന്ന് പറഞ്ഞാല് വളരെ ശക്തമായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം, സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ, അതുപോലെ പൊതു താല്പര്യ ഹർജികള്, അതായത് എന്തെങ്കിലുമൊക്കെ പൊതു താല്പര്യ വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതില് സ്വമേധയാ കോടതികളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ള ഓരോ വ്യക്തിക്കുമുള്ള അവകാശം, അതാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഇത്തരം മൗലിക അവകാശങ്ങൾ ഒരു പൗരന് ഉറപ്പ് നൽകുന്നതിലൂടെ അല്ലെങ്കിൽ DPSPയിലൂടെയൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചോട് കൂടി തന്നെയാണ് നമ്മുടെ ഭരണഘടന സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് ഹ്യൂമനിസം നടപ്പിൽ വരുത്തപ്പെടുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളുടെയും പിന്നില് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.